നിങ്ങളോട് ഓർപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം ദൈവവിഷയമായി നാം സമ്പന്നന്മാരായി തീരുക എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നാണ് ആ വിഷയം ഞാൻ ആരംഭിച്ചത്. ദൈവസന്നിധിയിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൽ നിന്ന്, മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ ദൈവവിഷയമായി നാം സമ്പന്നന്മാരായി തീരുക എന്നുള്ളതാണ്. സമ്പന്നത എന്ന് പറയുന്നത്, റിച്ച്നെസ് എന്ന് പറയുന്ന ഒരു സർവൈവൽ മാറ്റർ അല്ല, എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്ന ഒരനുഭവമല്ല സമ്പന്നത എന്ന് പറയുന്നത്. ഇവിടെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ, ഇന്നത്തെ ഇവിടുത്തെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേര് ഭൗതികമായി സമ്പന്നന്മാരാ? ആരും അനങ്ങാത്ത കേട്ടോ. നമ്മുടെ ഞാൻ അത് ചോദിച്ചത് കറക്റ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ ചിന്തയിൽ അകത്ത് നാം ദൈവ മക്കളായതുകൊണ്ട് നാം എപ്പോഴും സമ്പന്നന്മാരാണ്. ഞാൻ ചോദിച്ചത് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ, ഇവിടുത്തെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും റിച്ച് ആൾക്കാരാണോ? ചിലപ്പോ ഒരാൾ അറിയാൻ വയ്യ. റിച്ച് എന്ന് പറയുവാൻ നമ്മളെല്ലാവരും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ചില വർഷങ്ങളായി ഇവിടെ ഉള്ളവർക്കൊക്കെ ദൈവം അല്പം കൂടെ സമ്പാദിക്കുവാൻ കൊടുത്തിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാ. പക്ഷേ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ റിച്ച് എന്ന് പറയുവാൻ ഇവിടെ ആരുമില്ല എന്നാണ് എന്റെ വിചാരം. അല്ലെങ്കിൽ പിന്നെ ഒതുക്കി വെച്ചേക്കുന്നതായിരിക്കും, ആരും അറിയാതെ. പ്രൈസ് ഗോഡ്. ആ റിച്ച്നെസ് എന്ന് പറയുന്നത് ഏത് വിഷയം വന്നാലും, ഇപ്പൊ ഒരാള് വന്ന് നമ്മളോട് ചോദിച്ചാൽ, ആ ആളിനോട് ചോദിച്ചാൽ എനിക്കൊരു $100,000 വേണമെന്ന് പറഞ്ഞാൽ, സാരമില്ല, ചെക്ക് എഴുതി തരും. അതാണ് റിച്ച്നെസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരാളിനോട് നാട്ടിൽ വെച്ച്, എനിക്ക് വളരെ രസകരമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നാട്ടിൽ വെച്ച് ഒരാളെ കണ്ടപ്പോ ഒരാൾ പറഞ്ഞു, എനിക്ക് 1,00,000 രൂപയുടെ അത്യാവശ്യം ഉണ്ടെന്ന് തരാമോ? ആ പുള്ളിയുടെ കയ്യിൽ 1,000 പോലും ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞത്, എന്നാലും എന്നെ കണ്ടാൽ 1,00,000 കൊടുക്കാനുണ്ടെന്ന് തോന്നിയല്ലോ, അത് തന്നെ ഒരു വലിയ സന്തോഷം. ആ റിച്ച്നെസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. സമ്പന്നത എന്ന് പറയുന്നത് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ഒരാൾക്ക് കൊടുക്കത്തക്കവണ്ണം നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു വിഷയം വന്നാൽ, ഒരു കാര്യം വന്നാൽ, ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു നമുക്കിവിടെ ആലയത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഇപ്പൊ ഞാൻ പറയുകയാണ്, നമുക്ക് ഈ വർഷം തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടുന്ന് ചാടി എടുത്ത് പറയാം, $2 മില്യൺ ഞാൻ അങ്ങ് തന്നേക്കാം. പ്രൈസ് ഗോഡ്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആ വിശ്വാസത്താൽ പറയുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. സമ്പന്നത എന്ന് പറയുന്നത്, എന്തിനാ പാസ്റ്റർ നിന്ന് ഇങ്ങനെ പിന്നെ ഓരോരുത്തരുടെയും ചോദിക്കുന്നത്? പാസ്റ്റർ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. $2 മില്യൺ എന്നാ തുടങ്ങിക്കോ, ബാക്കിയുള്ളത് പിന്നെ ചെയ്താൽ മതി. ചിലപ്പോ ഈ യോഗം കഴിയുമ്പോൾ പറയുമായിരിക്കും, അടുത്ത ആഴ്ച ഞാൻ അതിനെ കുറിച്ച് ഞാൻ വിവരിക്കും. ഞാൻ സമയം ചോദിച്ചു മേടിച്ച് ഞാൻ വിവരിക്കും. ഞാൻ പറഞ്ഞത് അതാണ് സമ്പന്നത. ഞാൻ സമ്പന്നതയുടെ വാല്യൂ പറയാനാണ് ഞാൻ പറയുന്നത്. ദൈവവിഷയമായി സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുപോലെ കൊടുക്കുവാൻ ആത്മീകമായി ചിലത് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് തന്നെ ദാരിദ്ര്യമാണെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുന്നത്? ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. ദൈവം നമ്മെ വിളിച്ചതും നമ്മെ ആക്കി വെച്ചതും നമുക്ക് ദൈവികമായിരിക്കുന്ന നന്മകളും നൽകി തന്നിരിക്കുന്നത് ശിഷ്യന്മാരെ 12 വരെ തിരഞ്ഞെടുത്ത് അവർ ദൈവവിഷയമായി സമ്പന്നന്മാരാകണമെന്ന് പറഞ്ഞതിന്റെ കാരണം അവർ നിമിത്തം ലോകം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന വിഷയം? ആ സമ്പന്നതയുടെ ശ്രേഷ്ഠത പറയാനാണ് ഞാൻ ഈ ലോകത്തിലെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തത്. ആത്മീകമായി അതുപോലെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ എത്തണം. ദൈവ
സമ്പന്നന്മാരായി തീരുവാൻ ലോകത്തിൽ എന്തുണ്ട് ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവികമായി നമുക്ക് ചിലതുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, നമ്മുടെ കരത്തിൽ ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ ഒന്നുമില്ലെങ്കിലും ദുഃഖത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, നിരാശയിലിരിക്കുന്ന, ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥനയോടൊരു വാക്ക് പറയുമ്പോൾ അത് വിടുതലായി തീർന്നുവെങ്കിൽ അതിനകത്തൊരു ആത്മീക സമ്പന്നതയുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവവിഷയമായി സമ്പന്നന്മാരായി തീരണം എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ, ആവശ്യമുള്ളവർക്ക് കൊടുക്കുവാൻ, നോക്കിയിരിക്കുന്നവർക്ക് കൊടുക്കാൻ, അങ്ങനെ ഒത്തിരി പേര് ലോകത്തിലുണ്ട്. നമ്മുടെ ആലയത്തിൽ തന്നെയുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് തന്നെ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ആത്മീയവിഷയമായി, ദൈവവിഷയമായി നാം ആരായി തീരണം? സമ്പന്നന്മാരായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനകത്ത് ആദ്യം ഞാൻ ഓർപ്പിച്ചത്, സമ്പന്നത എന്ന് പറയുന്നത് നമുക്കൊന്നുമില്ലെങ്കിലും കരുതുന്നവൻ ദൈവമാണ് എന്നകത്ത് വിശ്വസിച്ചിട്ട് അത് മുഖത്ത് പ്രകടമാക്കുന്നതാണ് ആത്മീക സമ്പന്നത. ജീവിതത്തിൽ പ്രകടമാക്കണം. വിശ്വസിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമായി തീരത്തില്ല. കാരണം ഒരു സാഹചര്യം വന്നാൽ അയ്യോ ദൈവം എന്നോട് ഇങ്ങനെയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനകത്ത് സമ്പന്നതയൊന്നുമില്ല. അതാർക്കും ചെയ്യാം. എന്നാൽ ആത്മീകമായി ദൈവവിഷയമായി സമ്പന്നരാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാലും അകത്തൊരു ഉറപ്പുണ്ട്, എന്നെ വിളിച്ചത് ദൈവമാണ്, എനിക്ക് വേണ്ടി കരുതുന്നവൻ ദൈവമാണ്. അത് ഞാൻ പ്രകടമാക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്റെ ദൈവം എനിക്ക് കരുതുന്നവനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം വിചാരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം വിചാരപ്പെട്ടാൽ കൂട്ടാനും കുറയ്ക്കാനും സാധ്യമല്ല. ദൈവം കരുതുന്നവനാ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന്റെ കരുതൽ കണക്ക് കൂട്ടി കരുതുന്നവനാ ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, എല്ലാവരും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വാക്കിൽ ഞാനത് പറയാം. ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് 40 വർഷക്കാലം അവർ മരുഭൂമിയിലൂടെ നടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ കൊണ്ടു നിർത്തിയത് എവിടാ? യോർദാന്റെ തീരത്ത്. അപ്പോൾ യോർദാൻ എന്ത് ചെയ്യുക? കരകവിഞ്ഞു വീഴും. ദൈവം അത്ര ബുദ്ധിമോശക്കാരനാണോ? 40 വർഷം നടത്തിയിട്ട് കറക്റ്റ് സ്കെഡ്യൂളിൽ ചെയ്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? യോർദാൻ ഉണങ്ങി കിടക്കുന്ന സമയത്ത് കൊണ്ടുവന്നാൽ ഈസി ആയിട്ട് പോകത്തില്ലേ? ഈ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് എന്തിനാ കൊണ്ട് നിർത്തിയേക്കുന്നത്? ദൈവം അത്ര മോശക്കാരനാണോ? അല്ല. നമ്മൾ കാണുന്നത് ഈ കരകവിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. ദൈവം ആ സമയത്ത് കൊണ്ടുവന്നതിന്റെ കാരണം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏത് കാലത്താ ഇത് കരകവിഞ്ഞൊഴുകുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? കൊയ്ത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ യോർദാന്റെ അപ്പുറത്ത് ഒരു നിലം വിളഞ്ഞു കിടക്കുകയാണ്. പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ അവർ അതിലേക്ക് കയറി അതെടുത്ത ഉടനെ മേളിൽ നിന്നുള്ളത് നിന്നു. തമ്പുരാൻ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. വാഗ്ദത്ത നാട്ടിൽ കയറുമ്പോൾ മരുഭൂമിയിലുള്ളതല്ല. പ്രൈസ് ഗോഡ്. അത് ദൈവം പ്ലാൻ ചെയ്തിട്ട് ഇവരെ കടത്തുവാൻ കൊണ്ടുവന്ന സമയം ഏതാ? നിലം വിളഞ്ഞു കിടക്കുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതാണ്, നിന്റെ സന്തതിക്ക് ഞാൻ കനാൻ ദേശം കൊടുക്കുമ്പോൾ അവർ വിതയ്ക്കാത്തതും അവർ നടാത്തതും അവർ കുഴിക്കാത്തതും അവർ വെക്കാത്തതും ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രീ പ്ലാൻഡാ. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ കരകവിഞ്ഞൊഴുകിയ സമയത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വിഷയമല്ല. ദൈവത്തിന് വിഷയം ആയിരങ്ങൾക്ക് വേണ്ടി, 10,000-ങ്ങൾക്ക് വേണ്ടി വിളഞ്ഞു കിടക്കുന്ന വയല് തയ്യാറാക്കിയിട്ടാ കൊണ്ടുവന്നത്. പിന്നെ അപ്പുറം കിടക്കുന്നത് അത് എളുപ്പമോ? പ്രൈസ് ഗോഡ്. അതിന് ദൈവം ഒരു മാർഗം തന്നു. ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ മുമ്പിൽ നീ നിന്നാ മതി. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കരകവിഞ്ഞൊഴുകിയ വെള്ളത്തിൽ കാല് വെച്ചപ്പോൾ എന്താ ഈ പെട്ടകം? പ്രൈസ് ഗോഡ്. മരുഭൂമി യാത്രയിൽ ദൈവം മോശയോട് കൽപ്പിച്ചിട്ട് ഒരു സമാഗമന കൂടാരം പണിതു. ആ കൂടാരത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കുവാൻ കൊടുത്തതാണ് ഈ പെട്ടകം. ഈ പെട്ടകം എന്തിനെ സൂചിപ്പിക്കുന്നു? യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു.
ആ പെട്ടകം പണിതിരിക്കുന്നത് ഖദിരമരം കൊണ്ടും സ്വർണം കൊണ്ടുമാണ്. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കാണിക്കുന്നതാണ്. ഇത് രണ്ടുകൊണ്ടും മാത്രം പണിത ആ പെട്ടകത്തിനകത്തിരിക്കുന്നത് എന്താ? പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ഗോഡ്. പിന്നെ ഇതിനകത്തിരിക്കുന്നത് എന്താ? ആകാശത്തും ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന. പിന്നെ അതിനകത്തിരിക്കുന്നത് എന്താ? അഹരോന്റെ തളിർത്ത വടി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പെട്ടകം, ഈ ക്രിസ്തുവിൽ ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അഹരോന്റെ തളിർത്ത വടി അഭിഷേകത്തെ കാണിക്കുന്നു. അഭിഷിക്തനായവൻ, പ്രൈസ് ഗോഡ്, തകർന്നു പോകുന്നവനല്ല. അഭിഷിക്തനായവനെ ദൈവം കിളിർത്തു വളർത്തുമാറാക്കുന്നവനാണ്. യേശു ക്രിസ്തു പറഞ്ഞത്, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷിക്തൻ എന്നാണ് മശിഹയെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ തക്കൊണ്ട് കഴിയുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് എന്താണ്? മന്ന. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പം. പ്രൈസ് ഗോഡ്. പിന്നെ ഇതിനകത്തിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. കൽപ്പനകൾ. എന്താ കൽപ്പനകൾ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്നത് വീണ്ടും ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. ഈ ക്രിസ്തു ആകുന്നവനെ ഇന്ന് പ്രൈസ് ഗോഡ് വഹിക്കുന്ന പൗരോഹിത്യ വർഗമാണ് നാം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രൈസ് ഗോഡ്, ആ കരകവിഞ്ഞൊഴുകിയ യോർദാന്റെ മുമ്പിൽ എല്ലാവരും ചുമന്നുകൊണ്ട് നിൽക്കാൻ പറഞ്ഞില്ല. പൗരോഹിത്യം പെട്ടകത്തെ ചുമന്നുകൊണ്ട് ആ വെള്ളത്തിന്റെ കാല് വെക്കുമ്പോൾ അത് ഒരത്ഭുതം നടത്തി വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, ഈ പെട്ടകം വഹിക്കുന്ന പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എനിക്കും നിനക്കും വേണ്ടി ദൈവ സാന്നിധ്യം എടുത്തുകൊണ്ട് ഈ ദൈവ സാന്നിധ്യത്തിന്റെ ബോധ്യത്തിൽ വിഷയത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്യും. ഈ കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനെ അവൻ രണ്ടാക്കി തരും. അതിന് വേറെ ആരെയും വിളിക്കണ്ട. എന്നിലും നിന്നിലും ഉൾപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യവുമായി വിഷയത്തിലേക്ക് മുട്ടുമടക്കുക ദൈവം അത്ഭുതം ചെയ്യും. അപ്പുറത്തോ വിളഞ്ഞു കിടക്കുകയാണ്. കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി കരുതുന്നവരാ ദൈവം. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? കണക്ക് കൂട്ടി കരുതുന്നവൻ. നമ്മുടെ കണക്ക് പോലല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവം എല്ലാം കണക്ക് കൂട്ടി. ഓ, വിളഞ്ഞ് കിടക്കാന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഒന്നും ചെയ്യണത് ഇതാ മതി, കൊയ്തെടുത്താൽ മതി. വളഞ്ഞിങ്ങനെ നിൽക്കുക. പ്രൈസ് ഗോഡ്. ഞാനത് ഓർപ്പിച്ചപ്പോ പറഞ്ഞു, ഈ വിളഞ്ഞു കിടക്കുന്ന നെല്ലൊക്കെ എങ്ങനെയാ കിടക്കുന്നത്? ഇങ്ങനെ വളഞ്ഞ് എന്നെ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുക. ദൈവവൈദ്യരെ വിശ്വസിക്കുക. എനിക്കും നിനക്കും വേണ്ടി ദൈവം ഇന്ന് ചില യോർദാൻ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നീ വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. എന്റെ അകത്തുള്ള പെട്ടകമായിരിക്കുന്ന ക്രിസ്തു, ആ സാന്നിധ്യം കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കാലുവെക്കുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരു യുണീക്ക് ആയിട്ടുള്ള അത്ഭുതം ചെയ്യും. ഇന്നലെ ചെയ്ത പോലെ അല്ല. പ്രൈസ് ഗോഡ്. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഞാൻ പറയട്ടെ, ദൈവം മുമ്പ് യോർദാനെ അല്ല, ദൈവം മുമ്പ് ചെങ്കടലിനെ വിഭാഗിച്ചിട്ടുണ്ട്. അതുപോലെയല്ല യോർദാനെ വിഭാഗിച്ചത്. ചെങ്കടലിനെ വിഭാഗിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ വഴി നീട്ടുവാൻ. എന്നാൽ അല്ലേ ഇവിടെ വിഭാഗിക്കുന്നത് ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് പുരോഹിതൻ തൊട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്റെ ഗുണമല്ല, അവൻ വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഗുണമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ എന്തെങ്കിലും ദൈവം വസിക്കുന്ന ആലയമായി, ക്രിസ്തു വസിക്കുന്ന ആലയമായി, പുരോഹിത വർഗമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നാം വഹിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന്റെ വില മനസ്സിലാക്കി ദൈവ വിഷയമായി സമ്പന്നന്മാരായി തീർന്നുകൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ വിഷമിച്ചു നിൽക്കാതെ, കുറ്റം പറഞ്ഞു നിൽക്കാതെ, പിറുപിറുത്ത് നിൽക്കാതെ, ഈ സാന്നിധ്യം അകത്തുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ എടുത്തുകൊണ്ട് ആ വിഷയത്തിൽ കാലുവച്ച് അതിന്റെ മേൽ മുൻപിൽ നിന്നുകൊണ്ട് മുട്ടുമടക്കി
അത്ഭുതമായിരിക്കും. പ്രൈസ് ഗോഡ്. അതിനൊരു അത്ഭുത പ്രവർത്തകനെ വിളിക്കേണ്ട കാര്യമല്ല. ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ വരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊന്നും ഇല്ലാതാക്കുകയല്ല. എന്നാൽ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ദൈവവിഷയമായി സമ്പന്നന്മാരായി തീർന്നാൽ എന്റെ അകത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ സമ്പന്നതയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. കണക്ക് കൂട്ടി കരുതുന്നവൻ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവരാജ്യം അന്വേഷിക്കുന്നവരായിരിക്കും. 12-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. 32-ാം വാക്യം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. വേറൊന്നുമല്ല, രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എനിക്കും നിനക്കും എന്തു വേണമെന്ന് പിതാവിനറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ അധ്യായത്തിൽ വായിക്കുന്നു. ആരാ അന്വേഷിക്കുന്നത്? ജാതികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നത്. ശിഷ്യന്മാരോട് പറയാം, നിങ്ങളത് കരയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു പിതാവുണ്ട്. ഇന്ന് രാവിലെ സമ്പന്നതയിലേക്ക് നാം കടന്നു വരട്ടെ. നമ്മുടെ ദാരിദ്ര്യം ഒന്ന് മാറട്ടെ. പ്രൈസ് ഗോഡ്. ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴാ അയ്യോ ദൈവമേ താ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ വഴിയില്ലയോ മാർഗമില്ലയോ എന്നൊക്കെ കരയുന്നത്. ആത്മിക സമ്പന്നതയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്ത, കരുതുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സമയത്ത് പ്രൈസ് ഗോഡ് യോർദാന്റെ മുമ്പിൽ കൊണ്ടുവന്നാലും ഹല്ലേലൂയ ഞാൻ സാന്നിധ്യവുമായി അവിടെ നിൽക്കും. എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും, ഒരടയാളം ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി ശ്രേഷ്ഠമാണ്. മൂന്നാമത്തെ വിഷയം, അവിടെ ആ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം. മൂന്നാമത്തെ വിഷയം, സമ്പന്നതയുള്ളവർക്കൊരു നിക്ഷേപമുണ്ട്. നിക്ഷേപമില്ലാത്ത ധനവാന്മാരാരുമില്ല. ഉണ്ടോ? ധനവാൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ധനവാന്മാർക്ക് നിക്ഷേപമുണ്ടെങ്കിൽ ദൈവവിഷയമായി സമ്പന്നരായിരിക്കുന്ന നമുക്ക് എന്ത് വേണം? നിക്ഷേപം ഉണ്ടായിരിക്കണം. ഉണ്ടാവും, ഉണ്ട്. കാരണം ആ അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നമ്മുടെ നിക്ഷേപം എവിടാണോ അവിടെ എപ്പോഴും ഒരു ഹൃദയത്തിന്റെ നോട്ടം ഉണ്ടായിരിക്കും. വേറെ ആർക്കും അറിഞ്ഞുകൂടെങ്കിലും ആരോടെ പറയത്തില്ലെങ്കിലും പ്രൈസ് ഗോഡ് നിന്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു നോട്ടം ഉണ്ടായിരിക്കും. കാരണം ഇന്ന ഇന്ന നിക്ഷേപങ്ങൾ ഇന്ന എടുത്തു. നിക്ഷേപം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പറയുന്നതല്ല. ചിലപ്പോൾ സ്വന്തം ഭാര്യമാർക്ക് പോലും അറിയത്തില്ല. ചില ഭാര്യമാർ നിക്ഷേപിക്കുന്ന ഭർത്താക്കന്മാർക്കും അറിയത്തില്ല. കാരണം ഇപ്പം നാട്ടില് ഈ 500,000 പോയല്ലോ, അപ്പോഴാ സഹോദരിമാരെല്ലാം ഇത് പൊക്കിക്കൊണ്ട് വരുന്നത്, ഒളിച്ചു വച്ചിരുന്നതെല്ലാം. കാരണം അവർക്ക് ഇപ്പൊ എന്ത് വേണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അച്ഛാ ഇതെവിടായിരുന്നു അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം പിന്നെ ന്യായമുണ്ടെന്ന് പറയാം. ഒരു പ്രശ്നം വന്നാലേ ആ സമയത്തേക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. എത്രയോ പേരാ അതുകൊണ്ട് വന്നേന്നറിയാവോ. അതുകൊണ്ട് സഹോദരന്മാർ മാത്രമല്ല നിക്ഷേപം സൂക്ഷിക്കുന്നവർ. ഇവിടെ കാണും ചില സഹോദരിമാരുടെ കയ്യിലൊക്കെ നിക്ഷേപം. പോലെ സമ്പന്നത ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നിക്ഷേപമുണ്ട്. സമ്പന്നരല്ലെങ്കിലും നിക്ഷേപിക്കാൻ നോക്കും. അപ്പോൾ സമ്പന്നതയുള്ളവരുടെ ഒരു ക്വാളിറ്റി എന്താ? നിക്ഷേപം. ഈ നിക്ഷേപത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കുന്നതാണ് ഈ നിക്ഷേപം.
പ്രൈസ് ഗോഡ്. അല്പം നിക്ഷേപിച്ചു വച്ചിരുന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ വന്നുകൂടും. അങ്ങനെ എത്ര പേർക്ക് അനുഭവമുണ്ട് അല്ലെ? ഒന്നിനും ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റി. അപ്പൊ നിക്ഷേപത്തിന്റെ ഗുണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അപ്രതീക്ഷിത സമയത്തുണ്ടാകുന്ന അപ്രതീക്ഷിത ആവശ്യങ്ങളിൽ തലനേരെ നിന്ന് കൈകാര്യം ചെയ്യുവാൻ ഈ നിക്ഷേപം നമ്മെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മീക വിഷയത്തിൽ ഞാൻ പറയുകയാണ്. ആത്മീകമായി ദൈവീക വിഷയമായി നാം സമ്പന്നന്മാരായി ദൈവസന്നിധിയിൽ ചില നിക്ഷേപങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മെ നേരിടുന്ന അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോകാതെ ഈ നിക്ഷേപത്തിൽ ടാപ്പിൻ ചെയ്ത് നേരെ നിൽക്കും. യേശുക്രിസ്തു അതാ ചെയ്തത്. തന്റെ മുമ്പിൽ വിശന്ന് കൂറനടിച്ചിരിക്കുമ്പോ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ വിശക്കാത്ത ആരാ? ഒരു ദിവസം പാടാ ഇവിടെ അല്ലേ? വേണ്ട കിടക്കുന്നു. ഒരു നേരം പാടാ, ശരിയാ. ചിലർക്കൊക്കെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ അപ്പൊ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോ ശരിക്കും വിശന്നു. മാനുഷികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100% മനുഷ്യനും 100% ദൈവികത്വമുള്ള ക്രിസ്തു മാനുഷികമായി വിശപ്പിലാണ്. ആ സമയത്താവും വന്ന്. എന്നാ കർത്താവ് എന്താ ടാപ്പിൻ ചെയ്തെന്നറിയോ? പ്രൈസ് ഗോഡ്. ദ ട്രഷർ, നിക്ഷേപത്തിലാ ടാപ്പിൻ ചെയ്തേ. പ്രൈസ് ഗോഡ്. അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഒറ്റ കീച്ചു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് രാവിലെ? പ്രൈസ് ഗോഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പെട്ടെന്ന് അതിനകത്തോട്ട് അങ്ങ് ടാപ്പിൻ ചെയ്തു. പ്രൈസ് ഗോഡ്. എന്റെ ദൈവമായ യഹോവ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിലേക്ക് പ്രൈസ് ഗോഡ് അത് അകത്തിരിക്കുന്ന നിക്ഷേപം. പ്രൈസ് ഗോഡ്. അത് അറിയാമെങ്കിൽ പറയാൻ പറ്റത്തില്ല. അത് നിക്ഷേപമായി വെച്ചിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം അപ്രതീക്ഷിതമായി ഇരിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വന്നുകൂടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ, ആത്മീകമായി നേരിടുവാൻ ഇന്ന് രാവിലെ ഒരു ആത്മീക നിക്ഷേപം നമുക്കുണ്ടായിരിക്കട്ടെ. ആത്മീകമായി ചിലത് നാം കൂട്ടിവെക്കണം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. മറിച്ച് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അപ്പൊ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം, we should have some treasure in heaven. Praise God. ഞാൻ ദൈവിക തത്വമല്ലാത്ത കാര്യമല്ല ഇന്ന് രാവിലെ ഓർപ്പിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. തന്റെ മലമുകൾ പ്രസംഗത്തിൽ താൻ പഠിപ്പിച്ചതാണ്. ഇവിടെയല്ല നിക്ഷേപം വേണ്ടത്, സ്വർഗത്തിൽ നിക്ഷേപം വേണം. സ്വരൂപിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ it is possible for us to have a treasure in heaven while we live on earth. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു നിക്ഷേപം നമുക്ക് സ്വരൂപിക്കുവാൻ കഴിയും. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാം ആത്മീകരായിരിക്കുന്നത് ഞായറാഴ്ച വന്നൊരു പാട്ടുപാടി അതിന്റെ സന്തോഷത്തിൽ പോകുവാനല്ല, അതിനുവേണ്ടി മാത്രമല്ല. ആത്മീക ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ടാപ്പിൻ ചെയ്യുവാൻ ചില നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം. ദൈവികമായത്, സ്വർഗീയമായത്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ദൈവപ്രവർത്തി ചിലത് ചെയ്യണം. പുഴുവും തുരുമ്പും കള്ളന്മാരും കൊണ്ടുപോകുന്നതല്ല. അതല്ല ഇവിടുത്തെ കാര്യങ്ങളാ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം കൊണ്ടുപോയാലും പ്രൈസ് ഗോഡ് ദൈവസന്നിധി. ഞാൻ പറഞ്ഞല്ലോ, ഒരു കള്ളം വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ അടിച്ചോണ്ട് പോയി. കൊണ്ടുപോയത് എന്താ? കമ്പ്യൂട്ടറിന്റെ വിലയെക്കാട്ടിൽ നമുക്കുണ്ടായിരുന്ന ഇൻഫർമേഷൻ സ്വത്ത്. വർഷങ്ങളായി പ്രസംഗിക്കുന്ന വിഷയം എന്ന് വിചാരിച്ച അത് പോയി കഴിഞ്ഞപ്പോൾ പ്രസംഗം തീർന്നോ? അത് കഴിഞ്ഞപ്പോഴാണ് ബെറ്റർ വന്നത്.
നന്നായെന്ന് പോയത്. സ്തോത്രം. എനിക്ക് സന്തോഷമാണ്. വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പോയി. പക്ഷെ ഇതെല്ലാം ഇപ്പൊ അതൊന്നുമില്ല. അതെല്ലാം പോയി കഴിഞ്ഞപ്പോ ഇപ്പോ God is giving deeper messages. കാരണം സ്വർഗത്തിൽ ചിലതുണ്ടായിരിക്കണം ടാപ്പ് ഇൻ ചെയ്യുവാൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് രാവിലെ? പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, നമ്മെ വേർതിരിച്ചിരിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് പോഷത്വമായതിന് ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കണക്ക് കൂട്ടി പലതും കരുതിക്കൊണ്ടാ ദൈവം നമ്മെ നടത്തുന്നത്. പ്രൈസ് ഗോഡ്. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുവാനാ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ആ രാജ്യ അന്വേഷണത്തിൽ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ സ്വർഗത്തിൽ ചില നിക്ഷേപങ്ങൾ ഇടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ നമുക്ക് എതിർ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, തളർത്തുന്ന വിഷയങ്ങൾ ഉണ്ടാകും. അത് ആരിൽ നിന്നുമാകട്ടെ, എങ്ങനെയുമാകട്ടെ, അതിന്റെ മുമ്പിൽ തളർന്നു പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആ സ്വർഗീയമായിരിക്കുന്ന നിക്ഷേപത്തിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ സ്വർഗം ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കും. സ്വർഗം ചിലത് നമ്മിലേക്ക് പകരും. ആ നിക്ഷേപത്തിൽ നിന്ന് ഹല്ലേലൂയ ചിലത് നമുക്ക് പകർന്നു തരുമ്പോൾ അത് നാം എടുത്ത് ആയുധങ്ങളായി ഉപയോഗിച്ച് ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ, ആ വിഷയത്തെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ ശക്തരാക്കുന്നു. ഇന്ന് രാവിലെ സ്വർഗീയമായ ചില നിക്ഷേപങ്ങളുള്ള ദൈവമക്കളായി തീരുവാൻ, ദൈവ വിഷയമായി സമ്പന്നതയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ട്. സമയം പോയത് കൊണ്ട് ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ചില മിനിറ്റുകളെ ബാക്കിയുള്ളല്ലോ. നാലാമത്തത് ഒരുക്കമുള്ളവരായിരിക്കണം. അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, 40-ാം വാക്യം, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എങ്ങനെ ഒരുങ്ങിയിരിക്കണ്ടേ? 35-ാം വാക്യം, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ദൈവവിഷയമായി സമ്പന്നന്മാരാകുന്നവർ, പ്രൈസ് ഗോഡ്, ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കും. ഈ ലോകത്തിലെ സമ്പന്നന്മാരായിരിക്കുന്നവർ, മൂഢന്മാർ ചെയ്യുന്നത്, എന്റെ ബാൺ നിറഞ്ഞു, ഇനി അടുത്ത ബാൺ ഇവിടെ പണിയും. അതല്ലേ ഇവിടെ എവിടെ നിന്ന് പറഞ്ഞേ? അടുത്ത ബാൺ എവിടാ എന്നുള്ളത് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ ദൈവവിഷയമായി സമ്പന്നന്മാരാകുന്നവർ ഈ നിമിഷവും ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചാൽ നമ്മൾ തയ്യാറായിരിക്കണം. ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞതാ, നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. നിങ്ങളെ അര കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോ വേണേലും പുറപ്പെടാൻ. നിങ്ങൾ വിചാരിക്കുന്നത് സ്വർഗത്തിലോട്ടങ്ങ് പോകാൻ മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ചില പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അതിനൊരുക്കമുള്ളവരായിരിക്കണം. അര കെട്ടി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തയ്യാറായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവൻ അര കെട്ടുന്നു. അല്ലേ? യുദ്ധത്തിന് പോകാൻ, അല്ലെങ്കിൽ ഒരു കുസ്തിക്ക് പോകാൻ, ഒരു പ്രവൃത്തിക്ക് പോകാൻ, അല്ലെങ്കിൽ വിളമ്പാൻ. ഈ കുസ്തി മാത്രമല്ല അരകെട്ടിന്റെ ഇടപാട്. ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു മീശ ഉള്ളവർക്കൊന്നും പറഞ്ഞത് മനസ്സിലാവത്തില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഇച്ചിരിയൊക്കെ പ്രായമുള്ളവരോടൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവും. എന്നെ കട്ടിച്ചൂടെ പ്രായമുള്ളവർക്ക് എന്താ മനസ്സിലാവുന്ന? പണ്ടൊക്കെ വിളമ്പുന്നത് സൂട്ടും കോട്ടും ഇട്ടല്ല. ഈ മുണ്ട് എടുത്ത് മുക്കാക്കുത്ത് കുത്തിയിട്ട് ഒരു തോർത്ത് അരയിൽ കിട്ടും. എത്ര പേര് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുള്ളവരുണ്ട്, ഈശോള്ളവരെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ തോർത്ത് അരയിൽ കെട്ടിയാൽ ഇവൻ എന്തിനു തയ്യാറാ? വിളമ്പാൻ തയ്യാറാണ്. ഈ ഒരുക്കം എന്ന് പറയുന്നത് പ്രൈസ് ഗോഡ്, കുസ്തിക്ക് വേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല അരക്കെട്ട്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ
പ്രൈസ് ഗോഡ്. അവൻ ആ അരക്കെട്ടും കൊണ്ടുവന്ന് ഒരു കൊട്ടക്കകത്ത് ചോറും കൊണ്ട് ഇങ്ങോട്ട് വന്നു ഒറ്റ ഒരു കുലുക്കുന്ന എനിക്ക് പറയും വേണ്ടായി എന്ന്. കാരണം ഈ കുലുക്ക് കണ്ടാൽ ഈ വട്ടിയിലുള്ളതെല്ലാം വീഴുമെന്ന് വിചാരിക്കും. പക്ഷെ ഈ കുലുക്കത്തെ ഉള്ളു വേണ്ടെന്ന് അതിന് ഒരുക്കവും ട്രെയിനിങ്ങും തയ്യാറുള്ളവരുമാണ് അവര്. പ്രൈസ് ഗോഡ്. ഒത്തിരി വിളമ്പിയിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രൈസ് ഗോഡ്. കുലുക്കാൻ പറഞ്ഞ പോലെ അറിയാം. കാരണം അതിനകത്തൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഇത് ആദ്യമായിട്ട് വട്ടി കൊടുക്കുന്നവൻ ചെയ്ത് കുലുക്കുക, അത് മൊത്തം അതിനകത്തോട്ട് വീഴും. അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി തയ്യാറായിരിക്കണം. അതിനുവേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം, ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കണം, ധ്യാനിക്കേണ്ട വിഷയങ്ങൾ ധ്യാനിക്കണം, ട്രെയിനിങ് ചെയ്യേണ്ട കാര്യങ്ങൾ ട്രെയിനിങ് ചെയ്യണം, വിളമ്പുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവോട് പറയുന്നത് നാളെ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. ശിഷ്യന്മാരെ എന്തിനു വിടാൻ പോവാ? കർത്താവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. കർത്താവ് പോകുന്നേ ഉള്ളൂ. പോയി കഴിഞ്ഞിട്ട് ഇവരെ എങ്ങോട്ട് അയക്കാൻ പോവാ? പോയി ഞാൻ അധികാരം തരിക, പൊയ്ക്കൊള്ളാൻ പറയാൻ പോവുക. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ബി റെഡി. നിനക്കുള്ള സമ്പന്നതയിൽ നിന്നും നീ മറ്റുള്ളവർക്ക് പകരുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ഈ ഒരുക്കത്തെ കുറിച്ച് അനേക വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. പ്രൈസ് ഗോഡ്. 2 തിമോഥെയോസിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ 2:21 വാക്യത്തിൽ വായിക്കുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കി വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വിലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കണം. പിന്നെ പോയി വായിച്ചാൽ മതി. 2 തിമോഥെയോസ് 2:21. നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം. അത് വിശദീകരിക്കാൻ ഇന്ന് രാവിലെ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രൈസ് ഗോഡ്. എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എന്തിനാ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. അനേക അനുഭവങ്ങൾ നമുക്ക് ഒരുക്കം ആവശ്യമാണ്. ഇതൊക്കെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇന്ന് രാവിലെ ആത്മീക സമ്പന്നന്മാരെന്ന് പറയുന്നത് ഒരുക്കമുള്ളവരാണ്. They are ready. കാരണം അകത്ത് സമ്പന്നത ഉള്ളത് കൊണ്ട് anything can, they are ready. എത്ര പേര് രാവിലെ തയ്യാറാണ്? പ്രൈസ് ഗോഡ്. ദൈവ വിഷയമായി സമ്പന്നന്മാരായി തീരുവാൻ ചിന്തിച്ചു കൊള്ളുക. കരുതുന്നവൻ ദൈവം, അവൻ കണക്ക് കൂട്ടി കരുതുന്നവനാണ്. പ്രൈസ് ഗോഡ്. ഒന്നിനും മുടക്കം വരുത്തുകയില്ല. നാം അന്വേഷിക്കേണ്ടത് പ്രൈസ് ഗോഡ് ദൈവരാജ്യമാണ്. അതിനു വേണ്ടിയുള്ളത് നാം അന്വേഷിക്കണം. നാം ഒരു നിക്ഷേപമുള്ളവരായിരിക്കണം. എന്ത് നിക്ഷേപം? ദൈവ വിഷയമായി സ്വർഗീയമായ നിക്ഷേപം. 4, ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കുവാൻ, അത് വിളമ്പുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ദൈവ വിഷയമായി സമ്പന്നന്മാരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ഈ വർഷക്കാലം അതിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ആത്മീക ദാരിദ്ര്യത്തിലല്ല, ദൈവിക സമ്പന്നതയിൽ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കത്തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ തന്നെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ